ആ സ്വാമി ദൈവമേ ബന്ധിച്ചിരുന്നുവെങ്കിൽ ദൈവമ്മയുടെ ആത്മാവിന് മുക്തി പോലും കിട്ടാതെ പോയേനെ. ദൈവമ്മയ്ക്ക് അങ്ങനൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. മോളെ, നിന്നെപ്പോലെ ഒരു മരുമോളെ കിട്ടാൻ ഗായത്രിയമ്മ പുണ്യം ചെയ്തിട്ടുണ്ടാവണം. നീ ഇപ്പൊ ചെയ്യുന്ന ഈ ത്യാഗങ്ങൾക്കെല്ലാം തീർച്ചയായും ഫലം ഉണ്ടാവും. ഇന്ന് നിന്നെ എതിർക്കുന്നവർ നിന്റെ ത്യാഗത്തിന്റെ വില തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഉദിയന്നൂരമ്മയാണ് സത്യം. ചേച്ചി, ചേച്ചി, ആ വായം തുറന്നേ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ പ്രതാപ. എന്തു പറ്റി? വല്ല ലോട്ടറി അടിച്ചോ നിനക്ക്? ലോട്ടറി അടിച്ചോന്നോ? അടിച്ചു ചേച്ചി, അടിച്ചു. നക്കപ്പിച്ച കാശിനല്ല ലോട്ടറി അടിച്ചത്, ബമ്പർ ലോട്ടറി അടിച്ചത്. ചേച്ചി അതെ ആ വായം തുറന്നേ. ആദ്യം നീ കാര്യം പറയേ, പിന്നെ ഞാൻ വാ തുറക്കാം. ഈ പ്രതാപനെ ചേച്ചിക്ക് വിശ്വാസമില്ലേ? ചേച്ചി കണ്ണടച്ചിട്ട് വായ തുറന്നേ. തുറക്കേച്ചി. ഈ ചെറുക്കന്റെ ഒരു കാര്യം, കാള പോലെ വളർന്നിട്ടും കൊച്ചു പിള്ളേരെ പോലെ പ്രകൃതം. ചേച്ചി കണ്ണടക്കേ. ശരി, കണ്ണു തുറക്കരുത്, പാർക്ക്. ആ ആ ഡാ, ബമ്പർ ലോട്ടറി അടിച്ചിട്ട് ഒരു ചോക്ലേറ്റിൽ ഒതുക്കാവുന്നതാണോ നിന്റെ വിചാരം? നടക്കില്ല മോനെ. അതിന് ബമ്പർ ലോട്ടറി അടിച്ചത് എനിക്കല്ലല്ലോ ചേച്ചി, ചേച്ചിക്കാ. അതും പൂജാ ബമ്പർ. ഇന്ന് കൈയോടെ ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ കുഴിമന്തി വാങ്ങിത്തരാനാ എന്റെ പ്ലാൻ. അത്രയ്ക്ക് സന്തോഷത്തിലാ ചേച്ചി ഞാൻ. ചേച്ചി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷത്തിലാ. നിനക്ക് എന്താടാ ചെറുക്ക, വട്ടുപിടിച്ചോ? നീ നിന്നിങ്ങനെ ചാടി കളിക്കാതെ എന്താ കാര്യമെന്ന് പറ. എന്താ കാര്യമെന്നോ? എന്റെ പൊന്നി ചേച്ചി, ചേച്ചി ഇങ്ങനെ സിമ്പിൾ ആവല്ലേ ചില സിനിമ നടിമാരെ പോലെ. ദേ, ചേച്ചി സംഭവം മറന്നുപോയെങ്കിലേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആ പാർവതിയെ ചേച്ചി എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലി ചതച്ചത് ഓർമ്മയില്ലേ ചേച്ചിക്ക്? ആ ഗായത്രി ദേവിയുടെ ആത്മാവിനെ കാണിച്ചുതരാന്നും പറഞ്ഞ് അവളെല്ലാരും പറ്റിക്കായിരുന്നല്ലോ. ആത്മാനന്ദ സ്വാമി ഉള്ളതുകൊണ്ട് പാർവതി ഒരു പക്ക ഫ്രോഡാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു. ആ സ്വാമിജിയോടെ വരാൻ കാരണക്കാരി ആരാ? ചേച്ചി. അതാണ് എന്റെ ഈ സന്തോഷത്തിന്റെ കാരണം. ദേ, അവളെ ചേച്ചി തലമുടിക്ക് കുത്തിപ്പിടിച്ചടിച്ചൊരു അടിയുണ്ടല്ലോ, അത് ഞാൻ 4ാം കിട തെലുങ്ക് പടത്തിൽ പോലും കണ്ടിട്ടില്ല ചേച്ചി. അത്രയ്ക്ക് കിടിലമായിരുന്നു. അത് പറഞ്ഞപ്പോഴേ രോമം എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ട ചേച്ചി. ആ പൂജാ സമയത്ത് അവൾ എന്തൊരു ഓവർ ആക്ടിംഗ് ആയിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഓസ്കാർ ലെവൽ ഫൈറ്റിന് മുന്നിൽ പാർവതി ഫ്ലാറ്റ്. അയ്യോ, എന്തൊരു നെകളിപ്പായിരുന്നു അവക്ക്. ദിവ്യദൃഷ്ടി അവക്ക് മാത്രമല്ലേ ഉള്ളൂ. ചേച്ചിയുടെ ഫസ്റ്റ് അടിക്ക് തന്നെ അവളുടെ ദിവ്യദൃഷ്ടി എങ്ങോട്ട് പോയോ എന്തോ. ടാക്സി വിളിച്ച് കാശിക്ക് പോയെന്നാ തോന്നുന്നേ. നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിച്ച വിളഞ്ഞ വിത്തായിരുന്നു അവള്. ആ അവള് എല്ലാവരുടെയും മുന്നിൽ കിടന്ന് മോങ്ങുന്ന കണ്ടപ്പോ കിട്ടിയ ഒരു കിക്ക്, അത് എത്ര അടിച്ചാലും കിട്ടില്ലല്ലോ. എനിക്കവളെ തല്ലിയതിലല്ല സന്തോഷം, അവളെ എപ്പോഴും സംരക്ഷിക്കുന്ന വിശാൽ അനങ്ങിയില്ല. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചുമില്ല. അതെന്താണെന്ന് ചേച്ചിക്ക് പിടികിട്ടിയില്ലേ? അവള് പക്ക ഉടായ്പാണെന്ന് വിശാലിന് മനസ്സിലായി ചേച്ചി. അതാ അവൻ അനങ്ങാൻ കുറ്റിയ പോലെ അങ്ങനെ തന്നെ നിന്നത്. അവൻ മാത്രമല്ല പ്രതാപ, പാർവതിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാള് പോലും ഒരക്ഷരം പോലും മിണ്ടിയില്ല.
അത് ശരിയാണല്ലോ ചേച്ചി. അല്ലെങ്കിലേ അവള് സെറ്റ് ചെയ്ത് വെച്ചൊരു ടീമുണ്ടല്ലോ, ആ ഗാർഗി, ആ കിളവിയും, ആ കണ്ണ് കാണാത്ത ആളും ഒക്കെ. അവറ്റകൾ കയറി ഇടപെട്ടാനെ. പക്ഷേ അതുണ്ടായില്ല. പ്രതാപ, ഈ സംഭവത്തോടുകൂടി പാർവതിയെയും വിശാലിനെയും എന്നേക്കുമായി തെറ്റിക്കണം. അവള് പറയുന്നതൊന്നും ഇനി മേലിൽ വിശാൽ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ അവള് നാണം കെട്ട് ഈ വീടിന്റെ പടി ഇറങ്ങുമ്പോ മാത്രമേ നീ പറഞ്ഞ ആ ബമ്പർ ലോട്ടറി എനിക്കടിക്കൂ. അന്നായിരിക്കും നമ്മുടെ സക്സസ് പാർട്ടി. അന്ന് നിനക്ക് ഞാൻ വാങ്ങിത്തരും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ഗായത്രിയുടെ ആത്മാവിനെ ആത്മബന്ധനം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പാർവതി ഒതുക്കാൻ നമുക്ക് പറ്റിയല്ലോ. അത് തന്നെ നമ്മുടെ വിജയമാണ് ചേച്ചി. ഡോണ്ട് വറി, ചേച്ചിയുടെ ആഗ്രഹം ഉടൻ തന്നെ നടക്കും. ചേച്ചി നോക്കിക്കോ. ചതിക്കായിരുന്നു അമ്മേ. എന്റെ പാർവതി എന്നെ ചതിക്കായിരുന്നു. എന്നെ മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരെയും അവള് പറഞ്ഞു പറ്റിച്ചു. ഇതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറം അമ്മേ. ഇതിന് മാപ്പില്ല. ഉപേക്ഷിക്കാൻ ഞാൻ അവളെ. ഇനി അവളുടെ മുഖം എനിക്ക് കാണണ്ട. എന്നേക്കുമായിട്ട് എന്റെ മനസ്സിൽ നിന്ന് ഞാൻ അവളെ തുടച്ചു നീക്കുക. മറ്റുള്ളവര് പറയുന്നത് പോലെ എന്റെ സ്വത്തും പണവും മാത്രം അവളുടെ ലക്ഷ്യം. സർ, സർ, രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. ദാ ഈ കാപ്പിയെങ്കിലും കുടിക്കൂ. എന്നോടുള്ള ദേഷ്യത്തിന് ആഹാരവും വെള്ളവും കഴിക്കാതിരിക്കല്ലേ. ഈ കാപ്പിയെങ്കിലും കുടിക്കൂ സർ. അത് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് എന്റെ അടുത്ത് നിന്ന് പോ. ഞാൻ എന്നെ തന്നെ വെറുത്ത് നിൽക്കുന്ന സമയം. സാറിന്റെ മുന്നിലും മറ്റുള്ളവരുടെ മുന്നിലും ഞാൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ മിണ്ടരുത്. ഒരക്ഷരം നീ മിണ്ടി പോരുത്. പറഞ്ഞു പറ്റിക്കായിരുന്നില്ല എന്നെ. ചതിക്കായിരുന്നില്ല നീ എന്നെ. ഇന്നൊരു പ്രാവശ്യമല്ല, നിന്നെ കണ്ടുമുട്ടിയ ഉദയന്നൂർ ഭക്ത, എന്തൊക്കെ പര്യായങ്ങളും വിശേഷണങ്ങളും നീ നേടിയെടുത്തത്. അങ്ങനെ കരുതിയ ഞാൻ വെറും വിഡ്ഢി. നീ ഇന്ന് ചതിച്ചത് എന്നെയും ഈ വീട്ടിലുള്ളവരെ മാത്രമല്ല, എന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച് എന്നെ പാലൂട്ടി താരാട്ടുപാടി ഉറക്കി എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയ എന്റെ അമ്മയെ കൂടിയ ആ നീ മാപ്പർഹിക്കുന്നില്ല. ചെയ്ത തെറ്റിനെ പക്ഷേ എന്ന 2 അക്ഷരം ചേർത്ത് ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. ആ ന്യായീകരണം നിന്റെ മനസാക്ഷിയോട് നീ ചെയ്യുന്ന ചതിയാണ്. കടന്നു പോ നീ എന്റെ മുന്നിൽ നിന്ന്. ഇല്ലെങ്കിലേ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിന്റെ ഈ കണ്ണീരിന് മുന്നിൽ ഞാൻ അലിഞ്ഞു പോകുന്ന വിചാരിച്ചിട്ടാണ് നിന്റെ ഈ കരച്ചിലെങ്കിലേ നിനക്ക് തെറ്റി. ചിരിച്ചുകൊണ്ട് ഭരിക്കുകയും കരഞ്ഞുകൊണ്ട് ശിക്ഷിക്കുകയും ചെയ്യുന്ന കിരീടമില്ലാത്ത രാജ്ഞിയാണ് സ്ത്രീയെന്ന് ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അനുഭവത്തിലൂടെ എന്റെ ആ അറിവ് നീ പൂർണ്ണമാക്കി തന്നു. Your acting is enough. I am banishing you from here and from my mind forever. So get out. Get out and get lost.
I don't wanna see you again. നീ ഇന്ന് ചതിച്ചത് എന്നെയും ഈ വീട്ടിലുള്ളവരെ മാത്രമല്ല, എന്നെ 10 മാസം ചുമന്ന് പ്രസവിച്ച് എന്നെ പാലൂട്ടി താരാട്ട് പാടി ഉറക്കി എന്നെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ പോയ എന്റെ അമ്മയെ കൂടിയാ. ആന്റി, ഈ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാ എന്താ അർത്ഥം? കടക്കടി പുറത്ത് ഇറങ്ങിപ്പോടി എന്നൊക്കെയാ ഗെറ്റ് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ ജാസ്മിൻ ചോദിക്കാൻ കാരണം? അല്ല, അതിന്റെ അർത്ഥം അറിഞ്ഞൂടാത്ത ചിലർ ഇവിടെ ഉണ്ട്. അവരൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതാ. എന്നിട്ട് അവർക്കർത്ഥം മനസ്സിലായോ? ഇല്ലെന്നാ തോന്നുന്നേ. ചോദിച്ചു നോക്കാം. പാർവതി, നീ ഞങ്ങളെ കണ്ടിട്ടും കാണാത്ത പോലെ ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഗെറ്റ് ഔട്ടിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി എന്ത് താമസം? ഈ കായലോരത്ത് വന്ന് നിന്ന് കാറ്റുകൊണ്ട് വിശ്രമിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാനാണ് പരിപാടിയെങ്കിലേ അത് നടക്കില്ല. കണ്ണുരുട്ടി പേടിപ്പിക്കാതെടി. പെട്ടിയും കിടക്കെടുത്ത് വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ജാസ്മിൻ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിനെ എങ്ങനെ നയപരമായി പരിഹരിക്കാം എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ആ പ്രശ്നത്തെ കുത്തിപ്പൊക്കി വലുതാക്കുകയല്ല വേണ്ടത്. ഓ, ഡേ, നിന്റെ സാരോപദേശം കേൾക്കാനല്ല ഞങ്ങൾ വന്നത്. വിശാല ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടും നീ എന്തിനാ പിന്നെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? ആര് ബോധിപ്പിക്കാനാ? വിശാൽ സാറിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങാനേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അല്ലാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് നേരാ. ഇന്ന് മുറിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു, നാളെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. അത് കഴിഞ്ഞ വിശാലിന്റെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും നിന്നെ ആട്ടി ഓടിക്കും. അതാണ് കാണാൻ പോകുന്ന പൂരം. പൂരം കണ്ടിട്ടില്ലാത്ത നിനക്ക് അതിന്റെ അർത്ഥവും മഹിമയും അറിയില്ല. കണ്ണും മനസ്സും നിറയ്ക്കുന്ന വർണ്ണമനോഹരമായ കാഴ്ച ഒരുക്കുന്ന ആഘോഷമാണ് പൂരം. ആദ്യം നീ അത് മനസ്സിലാക്ക. നിന്നോട് വഴക്കിടാനോ മല്ലടിക്കാനോ ഉള്ളൊരവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് രണ്ടുപേരും എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഒന്ന് നിന്നേ. അങ്ങനെ നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. 16 വർഷം മുമ്പ് മരിച്ചു മണ്ണടിഞ്ഞ ആത്മാവിനെ കാണാൻ പറ്റുമെന്നും സംസാരിക്കാൻ പറ്റുമെന്നും എല്ലാവരെയും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെ നാളുകളായി പറ്റിക്കുക നീ. ആ വിശാലിനെ പോലും നീ ചതിച്ചില്ലേ? അതിനുള്ള ശിക്ഷയാണ് വിശാൽ വിധിച്ചത്. അത് നീ അനുസരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുസരിപ്പിക്കേണ്ടി വരും. ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് നമ്മുടെ നിയമപാലകർക്ക് പോലും തെറ്റുപറ്റാറുണ്ട്. പിന്നീട് അത് തിരുത്താറുമുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ടാ വിശാൽ സാറ് എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ വിധിച്ചത്. അത് അദ്ദേഹം തിരുത്തുമെന്നും എനിക്ക് ഉറപ്പുണ്ട്.
പക്ഷേ അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചവർക്കുള്ള ശിക്ഷ വിധിക്കുമ്പോ അത് താങ്ങാനുള്ള ശക്തി തരണേന്ന് ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. അതെ, വലിയ വാചക കസരത്ത് നടത്താതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് നിനക്ക് നല്ലത്. നിർത്തണേ. എന്നോട് അവിടെ നിന്ന് ഇറങ്ങി പോവാൻ പറയാൻ നീ ആരാടി? വലിഞ്ഞു കയറി വന്ന് സുഭിക്ഷമായി ഉണ്ട് തണുപ്പുള്ള മുറിയിൽ കിടന്നുറങ്ങി സുഖിക്കുന്ന നീയാണ് ആ വീട്ടിൽ നിന്നും ആദ്യം ഇറങ്ങി പോവേണ്ടത്. ഞാൻ അടിച്ചിറക്കുന്നതിന് മുമ്പ് സ്വയം ഇറങ്ങിപ്പോയാ വലിയൊരു നാണക്കേടിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം. മനസ്സിലായോടി ജാസ്മിനെ? കൊത്തി കൊത്തി മുറത്തിക്കേറി കൊത്താതെ ഒന്നടങ്ങ്. ദേ, ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് ചില കാര്യങ്ങൾ ഞാനും പ്രഭേച്ചിയും വിശാലും കൂടി ആയിരിക്കും തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. അവിടുന്ന് ആദ്യം പടിയിറങ്ങുന്നത് നീയാണോ അല്ല ജാസ്മിൻ ആണോന്ന് നമുക്ക് വഴിയെ അറിയാം. കമോൺ ജാസ്മിൻ. ജാസ്മിൻ ഒന്ന് നിന്നേ. ജാസ്മിൻ, നീ നിന്റെ ജാതകം അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് പരിശോധിപ്പിക്കുന്നത് നല്ലതാ. കാരണം ഗായത്രിയമ്മയെ പോലെ ആയുസ് എത്താതെയുള്ള മരണമാണോ നിനക്ക് ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് നീ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് അവിടെ വെച്ച് സംഭവിക്കാനാ കൂടുതൽ സാധ്യത. ഭീകരവും ഭയാനകവുമായ ഒരു ദുർമരണം. നിർത്ത്. എന്റെ കൺമുന്നിൽ വരരുതെന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്? എന്താ വീട്ടുജോലിക്കാരിക്ക് അനുസരണശീലമില്ലേ? സർ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ സാറിന് പാല് കൊണ്ടുവയ്ക്കാൻ വന്നതാ. എന്നെ പാലൂട്ടാൻ നീ ആരാ? ഇന്നു മുതൽ നീ എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ഇനിയും അതെന്നെ കൊണ്ട് പറയിപ്പിക്കണോ? ഇറങ്ങി പോടി. നിക്ക്. ആ പാലും കൂടി എടുത്തോണ്ട് പോ. ഇന്നത്തെ ദിവസം സാറൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഒരു ഗ്ലാസ് പാലെങ്കിലും കുടിച്ചൂടെ? ഞാൻ എന്ത് കഴിക്കണം, എപ്പ കഴിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. അതിനുള്ള സമയം കാലവും വീട്ടുജോലിക്കാരിയല്ല തീരുമാനിക്കേണ്ടത്. മനസ്സിലായോ? എടുത്തോണ്ട് പൊടി. പൂവില് വിഷം ചേർത്തതുപോലെ പാലില് വിഷം ചേർത്തിട്ടില്ലെന്ന് ആർക്കറിയാം?
പറഞ്ഞു പറ്റിക്കായിരുന്നില്ല എന്നെ, ചതിക്കായിരുന്നില്ല നീ എന്നെ. എന്നെ പാലൂട്ടാൻ നീ ആരാ? ഇന്ന് മുതൽ നീ എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. പൂവില് വിഷം ചേർത്തതുപോലെ പാലില് വിഷം ചേർത്തിട്ടില്ലെന്ന് ആർക്കറിയാം?